വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ നമ്പർ റിലേഷൻസ് അല്ലെങ്കിൽ സംഖ്യാബന്ധങ്ങൾ അല്ലേ. നമ്മൾ 1 മുതൽ 9 വരെയുള്ള ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് നമ്മൾ പഠിച്ചതാണ്. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷ മിക്കവാറും ഉള്ള കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞു ഓണപ്പരീക്ഷയേക്കാൾ എളുപ്പമായിരുന്നു ക്രിസ്മസ് പരീക്ഷ എന്ന് പറഞ്ഞു കേട്ടോ. എല്ലാം എഴുതിയെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതുവരെ മാർക്ക് വന്നില്ല, എല്ലാം എഴുതിയെന്നാണ് കുട്ടികൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ 10ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. നമ്പർ റിലേഷൻസ് ആണ്, അല്ലെങ്കിൽ സംഖ്യാബന്ധങ്ങൾ എന്നാവും നിങ്ങളെ പാഠത്തിൻ്റെ പേര് കേട്ടോ. നമുക്ക് സാവധാനം ഈ ചാപ്റ്റർ പഠിച്ചു പോവാം. നമ്മൾ ഈ സ്പീഡിൽ പഠിച്ചാൽ ചിലപ്പം മനസ്സിലാവത്തില്ല. എല്ലാവരെയും അല്ല, കുറച്ച് പേർക്ക് ഞാൻ ഈ പെട്ടെന്ന് പറയുമ്പോഴേ ചിലപ്പോൾ മനസ്സിലാവത്തില്ലോ നിങ്ങളെ. അതുകൊണ്ട് നമുക്ക് നോക്കി ഡിജിറ്റ് സമ്മ്. ഡിജിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഡിജിറ്റ് അക്കങ്ങൾ അല്ലേ. നമ്മൾ 1 2 3 പറയത്തില്ലേ കുഞ്ഞുങ്ങളെ, 1 2 3 4 എന്ന് അക്കങ്ങൾ പറയത്തില്ലേ. അങ്ങനെയുള്ള നമ്പറുകൾ അല്ലേ, അക്കങ്ങളുടെ തുക. സമ്മെന്ന് വെച്ചാൽ തുകയാണ് കേട്ടോ. ഡിജിറ്റ് സമ്മെന്ന് വെച്ചാൽ അക്കങ്ങളുടെ തുക. ഫസ്റ്റ് നോക്കിയേ, എവരി 2 ഡിജിറ്റ് നമ്പർ ഈസ് ഗോ ടു ബൈ മൾട്ടിപ്ലൈങ് എ നമ്പർ ബൈ 10 ആൻഡ് ദെൻ ആഡിങ് നമ്പർ ഈസിറ്റ് ഇറ്റ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രണ്ടക്ക സംഖ്യയും കേട്ടോ, ഇത് നമുക്കങ്ങ് പറഞ്ഞ് താപ്പോട്ട് പോവാം. ഒറ്റയടിക്ക് ചെയ്യുന്ന ഇപ്പോൾ എന്താണെന്ന് നമുക്ക് അതാത് നോക്കി തന്നെ നോക്കൂ നിങ്ങളിവിടെ. ഏത് രണ്ടക്ക സംഖ്യ എന്ന് വെച്ചാൽ എന്താ? 10 മുതൽ 99 വരെ വരുന്നതിനെയാണ് നമ്മൾ രണ്ടക്ക സംഖ്യ അല്ലേ. ഒരക്കം എന്ന് വെച്ചാൽ എന്താണ്? 1 മുതൽ 9 വരെ വരുന്നത് ഒരക്കം, 10 മുതൽ 99 വരെ വരുന്നത് രണ്ടക്കം അല്ലേ. ഇവിടെ രണ്ടക്കമുള്ള സംഖ്യയെ 10നെ ഏത് രണ്ടക്ക സംഖ്യയും നോക്കണേ നിങ്ങളെ, ഏത് രണ്ടക്ക സംഖ്യയും 10നെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് ഒരു സംഖ്യ കൂട്ടിയതാണല്ലോ എന്നാ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലെങ്കിൽ നമുക്ക് എഴുതി നോക്കാം കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കണേ, നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ എന്തുവാന്നുള്ള ഇത് വരും അല്ലേ. ഇപ്പം നോക്കിയേ, 47 ഇവിടെ നോക്കൂ നിങ്ങളെ, 47 അല്ലേ, 47 അല്ലെങ്കിൽ 47. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഒന്നാമത്തെ നോക്കി, ഈ 47 എന്ന് പറയുന്നത് എന്താവും നിങ്ങളിവിടെ? 40 അല്ലേ, 40 + 7 അല്ലേ, 40ഉം 7ഉം അല്ലേ 47 അല്ലേ. 40ഉം 7ഉം കൂടെ കൂട്ടുമ്പോഴാണ് 47 വരുന്നത്. ഇത് പറയുന്നത് എന്താണെന്നറിയോ? ഏത് രണ്ടക്ക സംഖ്യയും 10നെ എന്ന് വെച്ചാൽ എന്നറിയാം. ഇവിടെ 40 നോക്കിയോ നിങ്ങളെ, 4 × 10 അല്ലേ 40 അല്ലേ. 10 കൊണ്ട് ഗുണിച്ചില്ലേ. 40 എന്ന് പറഞ്ഞാൽ 4 10 × 4 എന്ന് പറഞ്ഞാലും 4 × 10 എന്ന് പറഞ്ഞാലും ശരിയാ കേട്ടോ. +7 ആണെന്നാണ് പറയുന്നത് അല്ലയോ? ശരിയല്ലയോ? മനസ്സിലായോ? 47 എന്ന് പറയുന്നത് ഞാൻ എളുപ്പം ഒഴിക്കാണ് ഈ സ്റ്റെപ്പ് പറഞ്ഞത്. 40 + 7 ആണ് 47. ഈ 40 എന്ന് പറയുന്നത് 4 × 10 ആണ് അല്ലേ, 10 × 4 ആണ് അല്ലേ. പിന്നെ +7. എന്തെങ്കിലും സംശയം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ പറയും. ഇപ്പം 90 ഒരെണ്ണോടെ പറയും നിങ്ങൾ എൻ്റെ ടെസ്റ്റിൽ തന്നെ. അതൊരു 98 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 90 + 8 ആണ്. ഈ 90 എന്ന് പറയുന്നാൽ 10 × 9 ആണ് 90 അല്ലേ. പ്ലസ് 8 അല്ലേ. 10 × 9 90, 90 + 8 98. അപ്പോൾ ഇങ്ങനെ എഴുതുന്നത്, ഇങ്ങനെ 10 കൊണ്ട് ആ ഫസ്റ്റ് വരിയിൽ പറഞ്ഞേക്കുന്നതിൻ്റെയാണ്. എന്താണെന്നറിയോ? എവരി 2 ഡിജിറ്റ് നമ്പർ ഈസ് ഗോ ടു ബൈ മൾട്ടിപ്ലൈയിങ് എ നമ്പർ ബൈ 10 ആൻഡ് ആഡഡ് അടുത്ത അല്ലേ എ നമ്പർ ഈസ് ഇറ്റ് എന്ന് വെച്ചാൽ ഏത് രണ്ടക്ക സംഖ്യയും, ഇത് രണ്ടക്ക സംഖ്യയല്ലേ അല്ലയോ, രണ്ടക്ക സംഖ്യയെ രണ്ടക്ക സംഖ്യയും 10നെ ഒരു സംഖ്യ കൊണ്ട്, ഇപ്പം നോക്കിയേ ഇത് ഒരു സംഖ്യയല്ലേ, ഈ ഒരു സംഖ്യയെ 10 കൊണ്ട് നമ്മളിവിടെ ഗുണിച്ച്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് നോക്കിയേ. ഇത് രണ്ടക്ക സംഖ്യയാണ്. ഇതിൽ ഫസ്റ്റ് സംഖ്യ കണ്ട 47 എന്ന് വെച്ചാൽ 40 + 7. ആ 40 അല്ലെങ്കിൽ 40യെ നമ്മളെന്താ 10 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്താ 10 × 4 അല്ലെങ്കിൽ 4 × 10 അല്ലേ. എന്നിട്ടോ ഒരു സംഖ്യയെ കൂട്ടിയ അടുത്ത സംഖ്യ ഏതാന്ന് നോക്കിയേ, കൂട്ടുക. അടുത്ത സംഖ്യയെ കൂട്ടിയതാണല്ലോ എന്നാ പറയുന്നത്. വേണേ ഒരെണ്ണോടെ പറയാൻ നോക്കിക്കേ. ഇപ്പം ഞാൻ പറയാം 82 എന്ന് പറയാം. 82 എന്ന് വെച്ചാൽ എന്താ? 80 + 2 ആണ്. 80 എന്ന് വെച്ചാൽ എന്താ? 10 × 8 ആണ് അല്ലേ. ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്തു. 10 × 8 ആണ് 80. 10 8 അല്ലേ 80. പിന്നെ എന്താ? ആദ്യത്തെ ഗുണിച്ചിട്ട് രണ്ടാമത്തെ കൂട്ടി. ഇങ്ങനെയല്ലേ വരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം മനസ്സിലായോ? ഒരെണ്ണോടെ പറയാം നോക്കിക്കേ. 56 എന്ന് പറയുന്നത് 50 + 6 ആണ്. ഈ 50 എന്ന് പറഞ്ഞാൽ എന്താവും നിങ്ങളെ? 50 10 × 5 ആണ്
അല്ലേ? രണ്ടക്ക സംഖ്യയെ, ഇത് ഏത് രണ്ടക്ക സംഖ്യയും 10നെ ഒരു സംഖ്യ കൊണ്ട്, ഇപ്പം 56 56 ആകുമ്പോൾ 10നെ 5 കൊണ്ട്, അല്ലേ? 10നെ 5 കൊണ്ട്. 98 ആകുമ്പോൾ 10നെ 9 കൊണ്ട്, ഫസ്റ്റ് സംഖ്യ കൊണ്ട് ഗുണിക്കണം. 47 ആയപ്പോൾ 10നെ 4 കൊണ്ട്, 82 ആയപ്പോൾ 10നെ 8 കൊണ്ട്, ഫസ്റ്റ് സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? +6 മറ്റേ അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെന്തുവാന്ന് ആ ഫസ്റ്റിലത്തെ അത് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇൻ ഓൾ ദീസ് ദ മൾട്ടിപ്ലയർ ഓഫ് 10 ഈസ് ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ നമ്പർ ആൻഡ് ആഡഡ് ദ നമ്പർ ആൻഡ് ദ നമ്പർ ആഡഡ് ഈസ് ദ സെക്കൻഡ് ഡിജിറ്റ്. ഇതിലെല്ലാം 10നെ ഗുണിക്കുന്നത് സംഖ്യയുടെ ആദ്യത്തെ അക്കം കൊണ്ടാണ്, അല്ലേ? സംഖ്യ നോക്കിക്കേ, ഒരോടെ ഞാൻ പറയാം. ഇപ്പം 75 10നെ ഗുണിക്കുന്നത് സംഖ്യയുടെ ആദ്യത്തെ അക്കം കൊണ്ടാണ്. നോക്കിയോ നിങ്ങൾ, ആദ്യത്തെ അക്കം 75ൻ്റെ ആദ്യത്തെ അക്കം ഏതാ? 7 ആണ്, അല്ലേ? അപ്പം 7 × 10 അല്ലേ നമ്മൾ ചെയ്തത്, അല്ലേ? പിന്നെന്താ? പ്ലസ്, പിന്നെ ഏതാ കിടക്കുന്നത്? 5. ഇങ്ങനെയല്ലേ ചെയ്തതെന്നാണ് ചോദിച്ചത്. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്, അല്ലേ? ആദ്യം കിടക്കുന്ന സംഖ്യയെ 10 കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെ കൂട്ടിയതെന്ന്. ഇപ്പം മനസ്സിലായോ? ഇപ്പം ഞാൻ ഒരെണ്ണോട് പറയാം, പിന്നെ 65 എന്ന് പറയുക, അല്ലേ? ആദ്യം കിടക്കുന്ന സംഖ്യ 6 അല്ലേ? അപ്പോൾ 6 × 10 കൊണ്ട് ഗുണിച്ചിട്ട് മറ്റേത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി, 5 കേട്ടോ. പിന്നെ തരുന്ന 5ന് അതുപോലെ എഴുതി. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചെയ്യാം. ഇനി നോക്കിക്കേ, സപ്പോസ് വി റൈറ്റ് 10 as 9 + 1 in these. അങ്ങനെയാണെങ്കിലേ 10നെ നമ്മളിപ്പോൾ ഇതുവരെ എഴുതിയെല്ലാം 10 വെച്ചാണ്. 47 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 + 10 ആണ്. 82 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 × 8 80. പിന്നെ മറ്റേതെന്ന് വെച്ചാൽ അതുപോലെ എഴുതിയാൽ മതി കേട്ടോ. 75 എന്ന് വെച്ചാൽ 7 × 10 + 5. 98 എന്ന് വെച്ചാൽ 90 × 8, അല്ലേ? 90 + 8 ആണ് 98. അതായത് 90 എന്ന് പറയുന്നത് 10 × 9 ആണ് +8. ഇത് ഇത്രയും പറയേണ്ട കാര്യം നമ്മുടെ ടെസ്റ്റിൽ 1 2 എണ്ണേ പറയുന്നുള്ളൂ. നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് തരുന്ന 2 ഡിജിറ്റ് നമ്പറിൻ്റെ ആദ്യത്തെ സംഖ്യ 5. ആ ആദ്യത്തെ സംഖ്യയെ 10 കൊണ്ട് ഗുണിച്ചു. ബാക്കി അടുത്ത രണ്ടാമത്തെ സംഖ്യ അതുപോലെ കൂട്ടി എന്നേ പറയുന്നുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പം മനസ്സിലായോ? നമ്മളിപ്പോൾ 98 എന്ന് പറഞ്ഞാൽ എന്താണ്? 98ൻ്റെ ആദ്യത്തെ 9 അല്ലേ? ആ 9നെ 10 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് പിന്നെ തരുന്ന സംഖ്യ 8. 8നെ കൂട്ടി. കണ്ടോ? ഇത്ര എഴുതാനേ പറയുന്നുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുക, നിങ്ങൾ ഈ 10 വെച്ച് ഇങ്ങനെ എളുപ്പം ചെയ്യുന്നല്ലോ, അല്ലേ? ഇപ്പം നമ്മളിപ്പം 81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാ? 8 വെച്ച് നമ്മൾ 10നെ ചെയ്തു, പിന്നെ ബാക്കി വന്ന 1നെ കൂട്ടി. ഇതാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? ഇതല്ലേ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അവർ പറയും, നമുക്ക് എല്ലാത്തിലും ഒരു ട്വിസ്റ്റ് കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ പറയുക, നിങ്ങൾ ഈ 10നെ 9 + 1 എന്ന് എഴുതിയാലോ എന്നാണ് ചോദിച്ചത്. 10നെ 9 + 1. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ 10 വെച്ചല്ലേ നിങ്ങളെ ചെയ്തത്. നോക്കി, ഇതെല്ലാം നോക്കിയേ, എല്ലാം 10 വെച്ചാൽ ചെയ്തത്, അല്ലേ? 56 എന്ന് വെച്ചാൽ 10 × 5. 65 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 × 10 + 5. അങ്ങനെയല്ലേ ചെയ്തത്. അങ്ങനെയെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ 9 + 1 വെച്ചൊന്ന് ചെയ്യാൻ. ഒരു ഉദാഹരണം പറഞ്ഞ് കേട്ടോണേ. ഇപ്പം നമ്മൾ 20 എന്ന് പറയുക. അത് നമ്മൾ 9 + 1 വെച്ച് ചെയ്താൽ എങ്ങനെയായിരിക്കും നിങ്ങളെ? 20 എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം 10 × 2 ആണ് 20, അല്ലേ? കാരണം 10 വെച്ചാൽ നമ്മൾ ചെയ്തത്, അതുകൊണ്ടാണ് 10 എടുത്തത്. അപ്പം നിങ്ങൾ വിചാരിക്കും വേറെ സംഖ്യ വെച്ച് ചെയ്താൽ 20 കിട്ടത്തില്ലയോ എന്നൊരു ചോദ്യം വരത്തില്ലേ? അതുകൊണ്ട് നമ്മളിപ്പോൾ 10ൻ്റെ പറഞ്ഞുകൊണ്ടാണ് 10 × 2 ആണ് 20. ഈ 10 എന്നുള്ളതിനെ എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേ? 9 + 1 ആക്കാൻ. 9. ഇനിയുള്ള മൊത്തവും 9ൻ്റെ കളി കേട്ടോ. 9 കേട്ടോ നിങ്ങളെ. ഇനി നിങ്ങൾ ഈ ചാപ്റ്റർ ഫുള്ള് 9ലാണ് കേട്ടോ. 9 ആണ് ഇവിടുത്തെ വില്ലൻ കേട്ടോ. എളുപ്പമോ നിങ്ങളെ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഇതുവരെ ചെയ്ത ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 + 6 ആണ്. 20 എന്ന് പറഞ്ഞാൽ 2 × 10 ആണ്. കാരണം 10 വെച്ച് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ഈ 10 പിടിച്ചേക്കുന്നത്. 10 + 6 ഇതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ എല്ലാം 10 വെച്ചല്ലേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 9 വെച്ചൊന്ന് ചെയ്ത് കാണിക്കാനാട്ടോ. എന്താ 9 + 1 എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഈ 10 എന്ന് എഴുതുന്നതിനെ 9 + 1 എന്ന് എഴുതിക്കൂടെ? നോക്കിക്കേ, 20 എന്ന് വെച്ചാൽ 10 × 2 ആണ് 20, അല്ലേ? 10 × 2 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 10നെ നമുക്ക് 9 + 1 എന്ന് എഴുതിക്കൂടായോ എന്ന്, അല്ലേ? 10 എന്ന് പറയുന്നതിനെ 9 + 1 എന്ന് എഴുതിക്കൂടായോ എന്നാണ് ചോദിച്ചേക്കുന്നത്. മറ്റേ 2നെ അതുപോലെ എഴുതുക. ഇനി എപ്പോഴും നിങ്ങൾ ഓർത്തോണം എന്തോന്നറിയോ? ഇപ്പം ഈ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇവിടെ നോക്കൂ നിങ്ങൾ, 9 × 1 9 + പോയി
9 + 1 എന്നാണ്. മനസ്സിലായോ? ഇത് +1 ഇൻറ്റു 2 എന്നാണ് തന്നേക്കുന്നത്. ഇതുവരെ എല്ലാം നോക്കിക്കേ, ഇതിനകത്ത് ഇൻറ്റു ആയിരുന്നു അല്ലേ? ഇതിനകത്ത് ഇൻറ്റു 7 × 10 70, 70 + 5 ആണ്. 6 × 10 60, 60 + 5 65 ഇത് നോക്കൂ നിങ്ങളെ, 9 + 1 ഇൻറ്റു 2 ആണ്. നോക്കണേ, വ്യത്യാസം നോക്കി മനസ്സിലാക്കി പോണേ. അപ്പോൾ എന്താണെന്നറിയോ, ഇത് രണ്ടും കൂട്ടാനാണ് അല്ലേ? പക്ഷെ വെളിയിൽ കിടക്കുന്ന ആളെന്താണെന്നറിയോ, ഇൻറ്റു ഗുണിക്കാൻ മൾട്ടിപ്പിൾ ചെയ്യാനാണ്. അപ്പോൾ എന്താണെന്നറിയോ, ഈ ഓരോ ആളും പോയി നമ്മൾ ഈ വെളിയിൽ കിടക്കുന്ന ആളിനെ പോയി കാണണം. ഓർമ്മയുണ്ടോ? നമ്മൾ 5ാം ക്ലാസ് ഇവിടെ തന്നെ പറയുന്നുണ്ട്, 2 സംഖ്യകളുടെ തുകയെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ തുകയിലെ ഓരോ സംഖ്യയും ഗുണിച്ചു കൂട്ടിയാൽ മതി എന്ന് നിങ്ങൾ 5ാം ക്ലാസ്സിൽ സംഖ്യാബന്ധങ്ങൾ എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് കേട്ടോ. അതായത് വി ഹാവ് സീൻ ഇൻ ദ സെക്ഷൻസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻസ് ഓഫ് ദ ലിസൺ നമ്പർ റിലേഷൻസ് ഇൻ ദ ക്ലാസ് 5 ടു മൾട്ടിപ്പിൾ സം വി ക്യാൻ മൾട്ടിപ്പിൾ ഈച്ച് നമ്പർ ഇൻ ദ സം. അതായത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. എന്തുവന്നോ, ഫസ്റ്റ് ആള് ഇതിനെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? 9 പോയിട്ട് 2 കാണണം. 9 പോയി 2 കണ്ടു എന്ന് പറയുന്നത് എങ്ങനെയാ? 9 × 2. പിന്നെ ഇവിടെ ഏത് സൈനാണോ വന്നേ അത് തന്നെ ഇടണം, പ്ലസ്. അടുത്ത ആരാ ഇനി പോയി കാണാനുള്ളത്? 1 ഉണ്ടല്ലേ? 1 പോയിട്ട് 2 കാണണം. 1 പോയി 2 കാണണം. അപ്പോൾ 9 × 2 18 + 1 × 2 2, 18 20 എന്ന് വന്നുണ്ടോ? 20. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അതായത് ഇപ്പം നമുക്ക് അതിൻ്റെ 9 + 1 നമുക്കൊന്ന് ചെയ്യാം. നോക്കി, 24 എന്ന് പറയുക കേട്ടോ. 24 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് 4 അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ അടുത്ത അവർ തന്നേക്കുന്നത് എത്ര? 20 തന്നു. അടുത്ത നമ്മുടെ ടെസ്റ്റിൽ തന്നെ ഉണ്ടോ കുഞ്ഞുങ്ങളെ? 20 കഴിഞ്ഞാൽ പിന്നെ അവർ 30 30 എന്ന് പറയുന്നതിനെ നമ്മൾ 10ൻ്റെ വെച്ച് എങ്ങനെ എഴുതുന്നത്? 10 × 3 30 നമുക്കറിയാം അല്ലേ? 20 എന്ന് വെച്ചാൽ എന്താ? 10 × 2 20. 30 എന്ന് വെച്ചാൽ എന്താ? 10 × 3 30. അപ്പം നമ്മളോട് പറഞ്ഞ എന്താണ്? 9 വെച്ച് 9ൻ്റെ ആണ് ഇനി എല്ലാം കേട്ടോ. ഇനി നിങ്ങൾ എവിടെ നോക്കിയാലും 9. അപ്പം നമ്മൾ ആദ്യമേ എന്ത് എഴുതണം? 9 കേട്ടോ. 9 മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 9 + 1 ആണ് ഈ 10. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു. മനസ്സിലാക്കണേ. ഈ 10 ഉണ്ടല്ലോ, ആ 10നെയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. 9 + 1 ആണ് 10 ഇൻറ്റു എന്താ? 3 ഇൻറ്റു 3. സംശയം അറിയോ? അതായത് 10 എവിടെ വന്നാലും അവിടെ 9 + 1 ആക്കിക്കോണം. മറ്റേ നമ്മൾ അതുപോലെ ഇതെല്ലാം എഴുതി വെക്കുമായിരുന്നു അല്ലേ? 56 എന്ന് വെച്ചാൽ 50 + 6, 50 എന്ന് വെച്ചാൽ 10 × 5 ആണ് 50, ഇതെല്ലാം എഴുതി. പക്ഷേ ഇത് നിങ്ങൾ എവിടെ 10 വരുന്നോ അവിടെ 9 + 1 വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഇപ്പം മനസ്സിലായോ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നോക്കിയേ, മുമ്പ് നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് 9 പോയിട്ട് 3 കാണണം, 1 പോയിട്ട് 3 കാണണം. മനസ്സിലായോ? അപ്പം 9 × 3 + 1 × 3. അതായത് ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ബ്രാക്കറ്റിൻ്റെ വെളിയിൽ കിടക്കുന്ന സംഖ്യ, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സംഖ്യ ഇല്ലയോ, അത് ഓരോരുത്തരും പോയി ആ വെളിയിൽ കിടക്കുന്ന സംഖ്യയെ കാണാം. ഇവിടെ 9 + 1 വന്നേ എന്താ? ഈ 10. ഈ 10 എന്നുള്ളിടത്ത് നിങ്ങൾ 9 + 1 ഇട്ട് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. നമ്മളോട് ആ പറഞ്ഞ കണ്ടീഷൻ വെച്ചാണ് നമ്മൾ 9 + 1 ചെയ്തത്. വെളിയിൽ ആരാ കിടക്കുന്നത് നോക്കിയേ? 3. ഈ കിടക്കുന്ന ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സംഖ്യ വെളിയിൽ കിടക്കുന്ന സംഖ്യയെ പോയി കാണാം. ആദ്യം 9 പോയി 3 കണ്ടു. 9 പോയിട്ട് 3 കണ്ടു. പിന്നെ ഈ നടുക്ക് കിടക്കുന്ന സൈൻ ഏതാ നിങ്ങൾക്ക് തെറ്റരുത് കേട്ടോ. ഇത് ഏതാ എന്ന് വെച്ചാൽ ഇവിടെ ഏത് സൈനാണ്? മൈനസാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ മൈനസ്, പ്ലസ്സാണ് ഇവിടെ ഇപ്പോൾ പ്ലസ്സാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ പ്ലസ് വേണം അവിടെ കൊടുക്കാൻ. 1 പോയിട്ട് 3 കണ്ടു. കണ്ടോ? 9 × 3 27 + 1 × 3 3. എത്ര നോക്കിയേ? 30. ഇപ്പം പിടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ 40 ആണെങ്കിലോ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? എങ്ങനെ എഴുതും? 10 × 4 അല്ലേ? 10 × 4 40. 10 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10 എന്ന് എഴുതല്ലേ അല്ലേ? അപ്പോൾ 9 + 1 × 4. അങ്ങനെ വന്നാൽ എന്തോ ചെയ്യണം? 9 വെളിയിൽ ഇൻറ്റു ആണ് കേട്ടോ. ഇൻറ്റു വന്നു കഴിഞ്ഞാൽ എന്താ? വെളിയിൽ കിടക്കുന്ന ആൾ പോയി കാണണം. 9 × 4. 9 പോയി 4 കണ്ടു. പ്ലസ് അടുത്ത 1 പോയിട്ട് ആരെ കണ്ടു? 4 കണ്ടു. 9 × 4 36 പ്ലസ് 1 4 4 36 4 40. നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിക്കോണം കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഇനി ചെയ്യാനുള്ള കാര്യം നോക്കിക്കോണേ നല്ലതുപോലെ. അതായത് അവർ പറയുന്നത് ഇത് ഇത്രയും മനസ്സിലായോ നിങ്ങൾ? എന്തെങ്കിലും ഇതൊന്നും ഒത്തിരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും പേടിക്കേണ്ട. എന്തുവെന്നറിയോ? ഇപ്പോൾ ഒന്നും കൂടെ ഞാൻ ഒട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം നിങ്ങൾ. ഇപ്പം ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഇപ്പം
68 എന്ന് പറയുവാണെങ്കിൽ കേട്ടോ, 68 എന്ന് പറയുമെങ്കിൽ 10 വെച്ച് ചെയ്യാനാണെങ്കിൽ 60 + 8 ഈ 60 എന്ന് പറയുന്നത് 10 × 6 അല്ലേ, +8 ഇങ്ങനെ എഴുതാനാണ് 10 വെച്ച് ചെയ്യുമ്പോൾ ഉള്ളത്. നമ്മളോട് പറഞ്ഞത് നിങ്ങൾ 10 വെച്ചല്ല, 10ന് പകരം 9 വെച്ച് ചെയ്യണം. 9 + 1 കേട്ടോ, മനസ്സിലായോ? അപ്പം നമ്മളിപ്പം ഇങ്ങനെ 68, 78 ഒക്കെ നമുക്ക് പഠിക്കാം. ഇപ്പം 68 വെച്ചു. 68 ആണെങ്കിൽ 9 വെച്ചെങ്കിൽ ഇപ്പം 60 + 8 68. ഈ 60 എന്ന് പറയുന്നത് എന്താണ്? 9 അധികം 10 × 6 എന്താ? 60ൻ്റെ വെച്ച് നമുക്ക് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഈ 68, 78 അതായത് വേണ്ടേ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാനത് എഴുതിയത് തന്നെ തെറ്റ് ആണേ. ഈ ഇത് പഠിക്കാമെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ഇത് എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതി. ഇവിടെ നോക്കണേ നിങ്ങളിവിടെ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 1 9 അല്ലേ, +1 10. മനസ്സിലായോ? അതായത് 10 എന്ന് വെച്ചാൽ കേട്ടോ, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 10 എവിടെ വരുന്നോ അവിടെ 9 + 1 ഇടണമെന്ന് കേട്ടോ. 9 + 1 ഇടണമെന്ന്. അപ്പം നമുക്കിവിടെ 10 എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്താ 9 + 1 ഇടുന്നതിന് മുമ്പേ ഏതാണ്ട് 9 × 1 9 തന്നെയല്ലേ, +1. അതായത് ഈ ഇപ്പം പറഞ്ഞ രീതി വെച്ചിരുന്നതെന്നറിയോ, 10 എവിടെ വരുന്നു, അതായത് 9 എന്ന് ഞാൻ പറഞ്ഞില്ലേ, 9 9. ഇനി നിങ്ങൾ ചെയ്യുന്ന എല്ലാം 9-ഉമായിട്ടാണ്. അതിപ്പം നിങ്ങൾക്ക് ഇപ്പം ഇങ്ങോട്ട് മനസ്സിലാവും. 10 എന്ന് പറയുന്നത് 9 × 1 9 +1. അടുത്ത നോക്കൂ നിങ്ങളെ, 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യണം, 9 × 2 കേട്ടോ. എത്ര? 18. മനസ്സിലായോ? 18 × 2. അടുത്ത 30 ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കില്ല. 9 × 3 മനസ്സിലായോ? അടുത്ത 40 ആണെങ്കിൽ 9 × 4 മനസ്സിലായോ? 9 × 4 അല്ലേ. ഇവിടെ എല്ലാം ഞാൻ ഇൻറ്റു വന്ന് പ്ലസ് ആണേ, കാരണം കൂട്ടുക. ആദ്യത്തെ ഇൻറ്റു ചെയ്യണം, രണ്ടാമത്തെ കൂട്ടണം. എല്ലാം പുകഞ്ഞു പോയോ? ഞാൻ നോക്കൂ നിങ്ങളെ, 10 20 30 40 എന്നുള്ള നിങ്ങളുടെ ഈ നമ്പർ കണ്ടോ, ഇത് 90 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ 9 വെച്ച് ഇത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. എത്ര വെച്ചാൽ നിങ്ങളെ? 9 വെച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം 9 എഴുതി വെച്ചേക്കുന്നത്. അതായത് ആദ്യം മുതൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇത് ക്രമത്തിൽ വരുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം നോക്കിക്കേ, 10 9 ആണെങ്കിൽ 1 9 9, പിന്നെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയെങ്കിലല്ല 10 വരത്തുള്ളൂ, ഇല്ലയോ? 1 9 9, ഒന്നുകൂടെ കൂട്ടിയെങ്കിലേ 10 വരത്തുള്ളൂ. അടുത്തത് 20, ആ 9-ന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. 2 × 9 18, 18ൻ്റെ കൂടെ 2ഉം കൂടെ കൂട്ടുമ്പോഴാണ് 20 വരുന്നത്. അടുത്ത 30 വരണമെങ്കിൽ ഇപ്പം ചെറിയ ക്ലൂ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? അതാണ്ട് ഈ ഫസ്റ്റ് നമ്പർ നോക്കിയോ നിങ്ങളെ, അത് തന്നെയല്ലേ ഈ കിടക്കുന്നത്, ഇപ്പുറത്ത് വന്നേക്കുന്നത് നോക്കിയേ. 50 9 × 5 60, 9 × 6 90, 9 × 9. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇപ്പം കുറച്ച് മനസ്സിലായോ? അതായത് ഫസ്റ്റ് നമ്പർ എല്ലാം 9 വെച്ച്, രണ്ടാമത്തെ ഇൻറ്റു ചെയ്യുന്നതെല്ലാം ഇതിൻ്റെ ഫസ്റ്റ് നമ്പർ വെച്ച്, അല്ലേ? മനസ്സിലായോ? ആ ഫസ്റ്റ് നമ്പർ വെച്ച് തന്നെയാണ് ഈ കൂട്ടിയിരിക്കുന്നത്. ഇപ്പം പിടികിട്ടിയോ? ഇപ്പം 80 എന്ന് പറഞ്ഞാൽ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർത്തോണം, അത് 8 അല്ലേ. അപ്പോൾ 9 × 8 +8. ഇപ്പം പിടികിട്ടിയോ? 9 × 8 എന്നൂടെ ഞാൻ പറയാം. അപ്പം 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുമെന്നാണ് കേട്ടോ. നമ്മുടെ 9 ഇവിടുത്തെ വില്ലൻ. ഈ ഒരു ചാപ്റ്ററിലെ ആൾ 9. അപ്പോൾ 9 × ഫസ്റ്റ് നമ്പർ 7, എന്നിട്ട് പ്ലസ് ഈ 7 തന്നെ. ഇപ്പോൾ മനസ്സിലായോ നിങ്ങളെ? 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വില്ലൻ 9 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 5 + 5, അതായത് 9 × 5 45, 45ഉം 5ഉം 50. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഇപ്പം 40 ആണെങ്കിൽ അപ്പം നമ്മളെങ്ങനെ പറയും? 9 എഴുതി അല്ലേ. ഫസ്റ്റ് നമ്പർ 4 അല്ലേ, പിന്നെ +4. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ആ നമ്പർ കണ്ട് കൂട്ടുക.
മനസ്സിലായോ? ആ ഒരു തിയറം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതെ, ഇനി 2 ഡിജിറ്റ് നമ്പർ കേട്ടോ, ഇത് നല്ലതുപോലെ അറിയണം. ഇതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. എനി 2 ഡിജിറ്റ് നമ്പർ ഈസ് ഗോ ടു ബൈ മൾട്ടിപ്പിൾ ദ ഫസ്റ്റ് ഡിജിറ്റ് ബൈ 9, ഫസ്റ്റ് ഡിജിറ്റ് ബൈ 9 ആൻഡ് ആഡിങ് ദ സം ഓഫ് ദ 2 ഡിജിറ്റ്. ഏത് രണ്ടക്ക സംഖ്യയും 9നെ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ചിട്ട് 9നെ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ചിട്ട് കേട്ടോ അക്കങ്ങളുടെ തുക കൂട്ടിയതാണ്. അക്കങ്ങളുടെ തുക എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടണമെന്ന്. അതായത് 50 ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ അടുത്ത വേറൊരെണ്ണം കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇതിനെന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾ? ഈ എഴുതിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? എൻ്റെ ഈ ഫസ്റ്റ് പറഞ്ഞതിൽ, ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? അതായത് ഫസ്റ്റ് സംഖ്യ നോക്കിയേ 6, അപ്പോൾ 9 ഫസ്റ്റിൽ എഴുതുക കേട്ടോ. ഇത് ചെയ്ത് തന്നെ പഠിക്കണം. നോക്കുമ്പോൾ നമുക്കെല്ലാം അറിയാമെന്ന് പറയുന്നെങ്കിലും ചെയ്ത് തന്നെ പഠിക്കണം. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതായത് 0 വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞു നോക്കിയേ 10, 20, 30, 40 എന്നുള്ള 0 വന്നതാണ് ഇത്രയും. അപ്പോൾ ഈ 0 വന്നത് നമുക്ക് ഇത് രണ്ടുകൂടെ കൂട്ടണം. അത് ഞാനിപ്പോൾ അടുത്തതിൽ പറയാം. 10, 20, 30, 40, 50 എന്ന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 9 എഴുതുക. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി 2 ഡിജിറ്റ് നമ്പർ ഈസ് ഗോ ടു ബൈ മൾട്ടിപ്പിൾ ദ ഫസ്റ്റ് ഡിജിറ്റ് ബൈ 9. ആദ്യമേ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ള കണക്ക് ഈ രീതിയിലാണ്. ഫസ്റ്റ് ഡിജിറ്റ് 9 എഴുതുക ഇൻറ്റു കേട്ടോ. ആദ്യമേ നമ്മൾ 9 എഴുതുക, പിന്നെ തന്നിരിക്കുന്ന സംഖ്യയുടെ ഫസ്റ്റ് ഡിജിറ്റ് എഴുതുക. തന്നിരിക്കുന്ന സംഖ്യ 70 ആണെങ്കിൽ 7 എഴുതുക കേട്ടോ. പ്ലസ് 70 എന്ന് വെച്ചാൽ ഇതിൻ്റെ സം എഴുതാനാണ്. ഇവിടെ 0 ആയതുകൊണ്ട് 7 അധികം 0 7 തന്നെ, 8 അധികം 0 8 തന്നെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതി കേട്ടോ. അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് 10 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 9 ഇൻറ്റു 1, അതായത് 10 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 10 ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് 9നെ ആദ്യമേ എഴുതുക ഇൻറ്റു ഫസ്റ്റ് നമ്പർ എഴുതുക. ഫസ്റ്റ് നമ്പർ 1 ആണ്. പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുക. 1 അധികം 0 1 തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നതെന്നാ. അങ്ങനെയാണെങ്കിൽ അവർ പറയുകയാണേ, ഇപ്പോൾ 12 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇതാവും നിങ്ങളെ 12 ആണെങ്കിൽ നിങ്ങൾ എഴുതും. നമ്മൾ ഫസ്റ്റ് നമ്പർ ആരാ? 9 ആണ് അല്ലേ? ഇൻറ്റു ഫസ്റ്റ് നമ്പർ എന്നല്ല, ഫസ്റ്റിൽ എഴുതേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ 9 ആണ് കേട്ടോ. 9. പിന്നെ ഫസ്റ്റ് നമ്പർ 1 ആണ്, ബ്രാക്കറ്റ് ഇട്ടിട്ട് പിന്നെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നോക്കിയേ 1ഉം 2ഉം കൂടെ കൂട്ടുക. എത്ര? 1ഉം 2ഉം കൂടെ കൂട്ടുമ്പം 3. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാനാണ് നമ്മൾ ഇത്രയും ചെയ്ത്. ഒന്നുകൂടെ പറയണോ നിങ്ങളെ? അതായത് നമ്മൾ 10 ആണെങ്കിൽ 9 ഫസ്റ്റിൽ എഴുതണമെന്ന് നമുക്ക് ആ ഒരു റൂൾസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ 9 എവിടെ നിന്ന് വന്നെന്നുള്ള ഡൗട്ട് വേണ്ട. ഫസ്റ്റ് റൂൾസ് 9. ഒന്നാമത്തെ ആ 9 എഴുതിയിട്ട് തന്നിരിക്കുന്ന സംഖ്യയുടെ ഫസ്റ്റ് നമ്പർ എഴുതുക. അത് 1 ആണ്. പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുക. അതായത് 1 അധികം 0 1. അത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 12 ആണെങ്കിൽ എങ്ങനെ എഴുതും? നമ്മുടെ റൂൾ അനുസരിച്ച് 9 എഴുതുക ഇൻറ്റു ഫസ്റ്റ് നമ്പർ 1 അതെഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കൂട്ടുക. 1 അധികം 2 3. ഇത്രയേ ഉള്ളത്. ഇപ്പം പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിത് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. 11 ആണെങ്കിൽ എങ്ങനെ? 9 ഇൻറ്റു 1. ഈ 1 വന്ന ഏതാ? ഫസ്റ്റ് നമ്പർ. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 1 2. ഇവിടെ അങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 17 ആണെങ്കിൽ 9 ആദ്യമേ എഴുതുക. ഈ 9 വന്ന എങ്ങനെ? ഈ റൂൾസ് അനുസരിച്ച് 9 കേട്ടോ റൂള്. എന്നിട്ട് 9 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 1. 9 ഇൻറ്റു 1 കൂട്ടേണ്ടത് ഏതാ? ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ് കൂട്ടി വെക്കേണ്ടത്. 1 അധികം 7 8. ഇപ്പം പിടികിട്ടിയോ? ഇതെല്ലാം 10 മുതൽ 19 വരെയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 20 മുതൽ നോക്കിയോ നിങ്ങൾ? 20 മുതൽ 29 വരെ നോക്കിയേ. എല്ലാ നമ്പറും ഏതാ? 9 ഫസ്റ്റ് എഴുതുക, ഫസ്റ്റ് നമ്പറായ 2 എഴുതുക, ഇത് രണ്ടും കൂടെ കൂട്ടിയത് അത് കഴിഞ്ഞിട്ട് എഴുതുക. മനസ്സിലായോ? 30 നോക്കിക്കേ. 30 മുതൽ 39 വരെ 9 ആദ്യമേ എഴുതുക, ഫസ്റ്റ് നമ്പർ രണ്ടാമത് എഴുതുക, ഇത് രണ്ടും കൂടി കൂട്ടിയത് പിന്നെ എഴുതുക. ഇപ്പോൾ പിടികിട്ടിയോ? ഇത് നിങ്ങൾ നല്ലപോലെ നോക്കിയേ കണ്ടോ? 9 എഴുതുക. ഇത് 10 11 12 ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാം 1 വന്നു. ഇത് നോക്കി 20 21 22 ആയതുകൊണ്ട് ഇവിടെ എല്ലാം 2 വന്നു. 30 31 32 ആയതുകൊണ്ട് ഇവിടെ എല്ലാം 3 വന്നു. ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ പിടികിട്ടിയോ? 40 ആണെങ്കിലോ നോക്കിക്കേ കണ്ടോ? 40ൻ്റെയും ഫസ്റ്റ് നമ്പർ എല്ലാത്തിൻ്റെയും നോക്കിയേ 9 എഴുതുക. 660 61 50 50 ഒക്കെ 50 ആണെങ്കിൽ 5 എഴുതുക, 60 ആണെങ്കിൽ 6 എഴുതുക. കണ്ടോ? 40ൻ്റെ 4 എഴുതുക. ഇതേ ഉള്ളൂ.
70ൻ്റെ നോക്കിക്കേ 7 എഴുതുക. 80 മുതൽ 89 വരെ 8 എഴുതുക. 90 മുതൽ 99 വരെ 9 എഴുതുക. ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ? മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എഴുതേണ്ട ഏതാ ഇത് രണ്ടും കൂടെ കൂട്ടിയത് പിന്നെ എഴുതുക. 7 5 12, 7 6 13, 7 7 14, അത് കൂട്ടിയത് എഴുതുക. ഇപ്പം പിടികിട്ടിയോ? ഒരുവിധം മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് പാർട്ട് 2 എടുക്കാം. പാർട്ട് 1 ഇത്രയും മതി. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ കമൻറ്റ് പറയണേ. പാർട്ട് 2 വേണമെങ്കിൽ ഞാനിതൊന്നും കൂടെ പറയാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇത് 2 ഡിജിറ്റ് നമ്പറിൻ്റെ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് 3 ഡിജിറ്റ് നമ്പറിൻ്റെ പാർട്ട് 2 പറയാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.